എവിഡൻസസ് ഫോർ ക്വാണ്ടം തിയറി. 20th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിൽ കുറച്ച് എക്സ്പെരിമെൻ്റൽ റിസൾട്ടുകൾ ഉണ്ടായി. ഈ എക്സ്പെരിമെൻ്റൽ റിസൾട്ടുകളൊന്നും തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിന് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിലൊന്നായിരുന്നു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കർവ് എങ്ങനെ വരുന്നു എന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിന് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചിട്ടാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കർവിൻ്റെ ഷേപ്പ് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോയ കുറച്ച് എക്സ്പെരിമെൻ്റൽ റിസൾട്ടുകളായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, കോംപ്റ്റൺ ഇഫക്റ്റ്, ക്വാണ്ടം തിയറി ഓഫ് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഈ 4 എക്സ്പെരിമെൻറ്റും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു എവിഡൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, കോംപ്റ്റൺ എഫക്റ്റ്, ക്വാണ്ടം തിയറി ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. ബോർ ആറ്റം മോഡൽ നമ്മൾ വിശദമായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 3 എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കാദ്യം ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ റിസൾട്ടിലേക്ക് പോകാം. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് certain substances, mainly metals, when they are illuminated by electromagnetic radiations like X-rays, ultraviolet and visible light. We can say that photoelectric emission is the emission of electron from the surface of metal when they are illuminated by electromagnetic radiation. മെറ്റൽസിൻ്റെ മുകളിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് വീഴുന്ന സമയത്ത് അതിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് മെറ്റൽസ് വെൻ ദേ ആർ ഇല്ലുമിനേറ്റഡ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അങ്ങനെ പുറത്തു വരുന്ന ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. You consider this as a metallic surface. അതിനകത്തേക്ക് hν എനർജിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് വീഴുന്നു. ആ സമയത്ത് ആ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇജക്റ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ അത് എക്സ്റേ ആവാം, അൾട്രാവയലറ്റ് ആവാം, അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് ആവാം. എക്സാമ്പിൾസ്: alkali metals like lithium, sodium, potassium emit photoelectrons when exposed to visible light. ആൽക്കലി മെറ്റൽസിനകത്ത് നമ്മളുടെ വിസിബിൾ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും. അടുത്തായിട്ട് പറയുന്നത് എന്താണ്? അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഇജക്ട് ഇലക്ട്രോൺ ഫ്രം സിങ്ക്, മഗ്നീഷ്യം എക്സെട്ര. ഇനി നിങ്ങൾ സിങ്ക്, മഗ്നീഷ്യം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിലേക്ക് അൾട്രാ വയലറ്റ് റേഡിയേഷൻ വന്ന് വീഴണം. ദെൻ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഇജക്ട് ഇലക്ട്രോൺ ഫ്രം സീഷ്യം. ഇനി സീഷ്യത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ വന്ന് വീഴേണ്ട റേഡിയേഷൻ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. എങ്ങനെയാണ് ഒരു മെറ്റാലിക് സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ഒരിക്കലും ക്ലാസിക്കൽ തിയറിക്ക് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇവിടെ ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഐൻസ്റ്റീൻ ആണ്. Einstein used quantum theory to explain photoelectric emission. Einstein applied Planck's quantum theory to light. Then he successfully explained the photoelectric emission. According to Einstein, energy is not only emitted and absorbed in discrete energy quanta, but it also propagates through space in definite quanta with the speed of light. നമ്മുടെ മാക്സ് പ്ലാങ്ക് പറയുന്നത് എന്താണ്? Energy is absorbing or emitting in discrete manner, that is called photons, or discrete energy quanta, and this energy quanta is called photon. ഇതിനെ ഐൻസ്റ്റൈൻ ഒന്ന് മോഡിഫൈ ചെയ്യണം. ഐൻസ്റ്റൈൻ പറയുന്നു എമിറ്റ് ചെയ്യുന്നതും അബ്സോർബ് ചെയ്യുന്നതും മാത്രമല്ല ഡിസ്ക്രീറ്റ് എമൗണ്ടിൽ സംഭവിക്കുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റിയിൽ തന്നെയാണ്. അതായത് ലൈറ്റ് സ്പേസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നതും
ഡിസ്ക്രീറ്റ് ആയിട്ടാണ്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് എ സ്പീഡ് ഓഫ് ലൈറ്റ്. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. എന്താണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ദ ഫിനോമിന ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് മെറ്റൽ വെൻ ഇറ്റ് ഈസ് ഇറാഡിയേറ്റഡ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു മെറ്റലിൻ്റെ സർഫസിൽ വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? hν ആണ്. ഓക്കെ, അപ്പോൾ h എന്താണ്? അത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ആണെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് hν ആയിരിക്കും. അപ്പോൾ hν എനർജിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് ഒരു മെറ്റാലിക് സർഫസിലേക്ക് വന്ന് വീഴുന്നത്. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? The electrons are emitted from the surface of the metal. അവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺ. ഇവിടെ ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രോണിന് ഡെഫിനറ്റായിട്ട് എന്തുണ്ടാവും? ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇത് ഓർത്തിരിക്കണം. എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന് അല്ലെങ്കിൽ ഒരു മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അതിന് വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ഉള്ളതുകൊണ്ട് അതിന് കൈനറ്റിക് എനർജി 12 mv² അവിടെയുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് വന്നു വീഴുന്ന റേഡിയേഷൻ്റെ ഒരു പാർട്ടിൽ നിന്നാണ് അതിന് ആ ഒരു കൈനറ്റിക് എനർജി കിട്ടുന്നത്. അങ്ങനെ hν എനർജിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു മെറ്റാലിക് സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ദ പാർട്ട് ഓഫ് ദ ഇൻസിഡൻറ്റ് എനർജി ഈസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് ദ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഈസ് യൂസ്ഡ് ടു ഇംപാർട്ട് കൈനറ്റിക് എനർജി ടു ദ എമിറ്റഡ് ഇലക്ട്രോൺ. അതായത് ഈ വന്നു വീഴുന്ന റേഡിയേഷൻ്റെ ഒരു ഭാഗം ഇലക്ട്രോണിനെ ആ മെറ്റാലിക് സർഫസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ദെൻ ദ റിമൈനിങ് പാർട്ട് ഈസ് യൂസ്ഡ് ടു ഇംപാർട്ട് ദ കൈനറ്റിക് എനർജി ടു ദ എമിറ്റഡ് ഇലക്ട്രോൺ. അതായത് hν എനർജിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു മെറ്റാലിക് സർഫസിൽ വന്നു വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം ആ ഇലക്ട്രോണിനെ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ആ വന്നു വീഴുന്ന എനർജിയുടെ മറ്റൊരു ഭാഗം എന്തിനുപയോഗിക്കുന്നു? ആ ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി നൽകാനും ഉപയോഗിക്കുന്നു. അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. പാർട്ട് ഓഫ് ദി ഇൻസിഡൻറ്റ് എനർജി ഈസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് ദ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഈസ് യൂസ്ഡ് ടു ഇംപാർട്ട് ദ കൈനറ്റിക് എനർജി ടു ദ എമിറ്റഡ് ഇലക്ട്രോൺ. അപ്പം എമിറ്റഡ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എവിടെ നിന്നാണ് വരുന്നത്? അത് വന്നു വീഴുന്ന റേഡിയേഷൻ്റെ എനർജിയുടെ ഒരു ഭാഗത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ hν എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് എനർജി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. ഒരു ഭാഗം ഇലക്ട്രോണിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടും ഒരു ഭാഗം ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടും. അതായത് നമുക്ക് hν എങ്ങനെ എഴുതാം? W + 12 mv². അപ്പോൾ W എന്താണ്? W നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് ഫങ്ഷൻ ഓഫ് ദ മെറ്റൽ. ദാറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്റ്റ് ഓർ എക്സ്ട്രാക്ട് ആൻ ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് ദ മെറ്റൽ. ഓൾറെഡി അറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ഭാഗം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്റ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് ദ മെറ്റൽ, ദാറ്റ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ W ഈസ് ദ വർക്ക് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ മിനിമം എനർജി required to eject the electron from the surface of the metal. Then what is this 12 mv²? 12 mv² is nothing but it is a kinetic energy which is imparted to the emitted electron. This equation is called Einstein's photoelectric equation. We have studied photoelectric effect. എന്താണ് ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് എന്ന് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്? ഐൻസ്റ്റീൻ പറയുന്നു ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ക്വാണ്ടം ഓഫ് എനർജി ആയിട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് തരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ലൈറ്റ് കണ്ടെയ്ൻസ് ഓർ ലൈറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ആസ് ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് എനർജി ദറ്റ് ഈസ് കോൾഡ് ഫോട്ടോൺസ്. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു പാർട്ടിക്കിൾ നേച്ചറാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത്.
ഇനി നമുക്ക് അടുത്ത എക്സ്പെരിമെൻ്റൽ റിസൾട്ടിലേക്ക് പോകാം. ദാറ്റ് ഈസ് കോൾഡ് കോംപ്റ്റൺ എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോലെ തന്നെ കോംപ്റ്റൺ എഫക്റ്റും നമുക്ക് തരുന്നത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ കുറിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ കുറിച്ച് തന്നെയാണ്. എന്താണ് കോംപ്റ്റൺ എഫക്റ്റ്? കോംപ്റ്റൺ ഡിസ്കവേർഡ് ദാറ്റ് വെൻ എക്സ്-റേസ് ഓഫ് ഫ്രീക്വൻസി ന്യൂ ആർ ഇൻസിഡൻറ്റ് on light elements like carbon or aluminum, the scattered X-rays show a change in wavelength. Compton discovered that when X-rays of frequency nu are incident on light element like carbon or aluminum, the scattered X-rays show a change in wavelength. You consider element like carbon or aluminum. നിങ്ങളൊരു കാർബണോ അലൂമിനിയമോ എടുക്കുക, അതിനുശേഷം അതിലേക്ക് എക്സ്റേ വന്ന് വീഴാൻ അനുവദിക്കുക. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ദിസ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? അത് എക്സ്റേ തന്നെയാണ്. എക്സ്റേ ആണ് നമ്മളിവിടെ ഇൻസിഡൻറ്റ് ഫോട്ടോൺ ആയിട്ട് പറയുന്നത്. എക്സ്റേ ഫോട്ടോൺ, എക്സ്റേ. സോ എക്സ്റേസ് ആർ ഫോളിങ് ഓൺ എലമെൻറ്റ് ലൈക്ക് കാർബൺ ഓർ അലൂമിനിയം. നൗ യു കൺസിഡർ ആൻ ഇലക്ട്രോൺ in carbon or aluminum. Suppose you take aluminum and consider an electron in aluminum. അപ്പോൾ എക്സ്റേ ഫോട്ടോൺ വന്ന് വീഴുന്നത് ഒരു ഇലക്ട്രോണിലേക്കാണ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? there will be scattering of photon. there will be scattering of X-ray photon. എക്സ്റേ ഫോട്ടോൺ ഒരു സൈഡിലേക്ക് സ്കാറ്റർ ചെയ്ത് പോകും, എന്നാൽ വേറൊരു സൈഡിലേക്ക് എന്ത് സംഭവിക്കും? ഇലക്ട്രോണും സ്കാറ്റർ ചെയ്ത് പോകും. അപ്പം എക്സ്റേ സ്കാറ്റർ ചെയ്ത് പോകുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്ത് പോകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആയിട്ടും കൺസിഡർ ചെയ്യുക. ഈ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിലേക്ക് ഒരു ഫോട്ടോൺ വന്ന് വീണ് കഴിഞ്ഞാൽ, ഒരു എക്സ്റേ ഫോട്ടോൺ വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോണിന് സ്കാറ്ററിങ് ഉണ്ടാവും, അതേപോലെ ഇലക്ട്രോണിനും സ്കാറ്ററിങ് ഉണ്ടാവും. അന്നേരം കോംപ്റ്റൺ ഒരു ഡിസ്കവറി നടത്തുകയാണ്. ഇങ്ങനെ സ്കാറ്റർ ചെയ്തു പോകുന്ന ഫോട്ടോണിനകത്ത് അദ്ദേഹം രണ്ട് വേവ് ലെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അതായത് ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് ലാംഡയാണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ലാംഡ, ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്കാറ്റേഡ് ഫോട്ടോണിനകത്ത് രണ്ട് വേവ് ലെങ്ത് ഉണ്ടെന്ന് കോംപ്റ്റൺ കണ്ടെത്തുന്നു. അതായത് ഒരു ലാംഡ, ഒറിജിനൽ വേവ് ലെങ്ത് ലാംഡയും കൂടാതെ ഒരു അഡീഷണൽ വേവ് ലെങ്ത് ലാംഡ ഡാഷും. കോംപ്റ്റൺ എഫക്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇലക്ട്രോണിൻ്റെ മുകളിൽ ഒരു ഫോട്ടോൺ വന്ന് വീഴുന്ന സമയത്ത് ആ ഫോട്ടോണിന് സ്കാറ്ററിങ് സംഭവിക്കും. വന്നു വീഴുന്ന ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് ലാംഡ ആയിരുന്നുവെങ്കിൽ ഈ സ്കാറ്റേർഡ് ഫോട്ടോണിനകത്ത് ലാംഡ മാത്രമല്ല ഉണ്ടാവുക, വേറൊരു ലാംഡ ഡാഷും കൂടി ഉണ്ടാവും. ഈ ലാംഡ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? വേറൊരു വേവ് ലെങ്ത് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ലാംഡ ഡാഷ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒറിജിനൽ വേവ് ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കും. ഇത് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്കാറ്റേർഡ് ഫോട്ടോണിനകത്ത് ഒരു അഡീഷണൽ വേവ് ലെങ്ത് വരുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? അപ്പോൾ അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ദിസ് ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഈസ് ഡ്യൂ ടു ദ ലോസ് ഓഫ് എനർജി ഓഫ് ദി ഇൻസിഡൻറ്റ് എക്സ്റേ ഡ്യൂ ടു ദി എലാസ്റ്റിക് ഇൻറ്ററാക്ഷൻ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കോംപ്റ്റൺ എഫക്റ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, സ്കാറ്റേർഡ് ഫോട്ടോണിനകത്ത് ഒരു അഡീഷണൽ വേവ് ലെങ്ത് ലാംഡ ഡാഷ് വരുന്നു. ഈ ലാംഡ ഡാഷ് എന്ന് പറയുന്ന ഒറിജിനൽ വേവ് ലെങ്ത്തിനേക്കാൾ കൂടുതലാണെന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, ലാംഡ ഡാഷ് ഗ്രേറ്റർ ദാൻ ലാംഡ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്കാറ്റേർഡ് ഫോട്ടോണിനകത്തുള്ള ഫ്രീക്വൻസി, ഒരു പുതിയൊരു ഫ്രീക്വൻസി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒറിജിനൽ ഫ്രീക്വൻസിയേക്കാളും കുറവായിരിക്കും. സ്കാറ്റേർഡ് ഫോട്ടോണിനകത്ത് ഒരു അഡീഷണൽ വേവ് ലെങ്ത് നിങ്ങൾക്ക് കിട്ടുന്നു. ആ അഡീഷണൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒറിജിനൽ വേവ് ലെങ്ത്തിനേക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്കാറ്റേർഡ് ഫോട്ടോണിനകത്ത് കിട്ടുന്ന അഡീഷണൽ ഫ്രീക്വൻസി ഒറിജിനൽ ഫ്രീക്വൻസിയേക്കാളും കുറവാണ്. അതായത് ഒരു കുറഞ്ഞ ഫ്രീക്വൻസി റേഡിയേഷനും കൂടി നമുക്ക് അവിടെ കിട്ടുകയാണ്. എങ്ങനെയാണ് ഈ കുറഞ്ഞ ഫ്രീക്വൻസി റേഡിയേഷൻ വരുന്നത്? അതിന് കാരണം വന്നു വീഴുന്ന ഫോട്ടോണിൻ്റെ എനർജി നഷ്ടപ്പെടുന്നു, അല്ലേ? ഫ്രീക്വൻസി കുറയാന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി കുറയാന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. എങ്ങനെയാണ് എനർജി കുറയുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് കൊളൈഡിങ് വിത്ത് ആൻ ഇലക്ട്രോൺ.
അപ്പോൾ അവിടെ ഒരു ഇലാസ്റ്റിക് ഇൻട്രാക്ഷൻ നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് എക്സ്റേയുടെ എനർജി കുറയുകയും ആ കുറഞ്ഞ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്രീക്വൻസി നമുക്ക് കിട്ടുകയും അല്ലെങ്കിൽ ഒരു കൂടിയ വേവ് ലെങ്ത് നമുക്ക് കിട്ടുകയുമാണ് ഈ കോംപ്റ്റൺ എഫക്റ്റിലൂടെ സംഭവിക്കുന്നത്. അപ്പം എപ്പോഴും ഈ കൂടിയ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഡാഷ് ആണ്. അത് ഓർത്തിരിക്കുക. ലാംഡ ഡാഷ് ഇസ് ഗ്രേറ്റർ ദാൻ ലാംഡ അല്ലെങ്കിൽ ന്യൂ ഡാഷ് ഇസ് ലെസ് ദാൻ ന്യൂ. ദിസ് പ്രോസസ് ഇസ് കോൾഡ് കോംപ്റ്റൺ എഫക്റ്റ്. ദിസ് ഫിനോമിന ഇസ് കോൾഡ് കോംപ്റ്റൺ എഫക്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ആൻ എക്സ്റേ interact with an electron, there will be a scattering of this X-ray photon. This scattered X-ray photon contains two wavelengths. One is the original wavelength and one is a wavelength which is higher than the original wavelength. What is the reason? It is because of the loss of energy happening on the X-ray photon. Why? Because of the elastic interaction between the photon and electron. So you are getting a new frequency which is less than the original frequency. This process, this phenomena is called Compton effect. അപ്പോൾ നമ്മൾ പറഞ്ഞു കോംപ്റ്റൺ എഫക്റ്റ് കാരണം നമുക്കൊരു അഡീഷണൽ വേവ് ലെങ്ത് സ്കാറ്റേർഡ് ഫോട്ടോണിനകത്ത് കിട്ടുന്നുണ്ട്. ദിസ് ന്യൂ വേവ് ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഒറിജിനൽ വേവ് ലെങ്ത് എന്ന് പറയുമ്പം അവിടെ ഒരു വേവ് ലെങ്ത്തിൽ ഒരു ഷിഫ്റ്റ് വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് രണ്ട് വേവ് ലെങ്ത് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അവിടെ ഒരു വേവ് ലെങ്ത്തിലുള്ള ഷിഫ്റ്റ് പറയാനായിട്ട് പറ്റും. എന്താണ് ആ ഷിഫ്റ്റ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ലാംഡ ഡാഷ് മൈനസ് ലാംഡ. ലാംഡ ഡാഷ് മൈനസ് ലാംഡ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. എന്തുകൊണ്ട് അതിനെ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് എന്ന് പറയുന്നത്? ബിക്കോസ് ഒറിജിനൽ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ്. നമുക്ക് കിട്ടുന്ന സ്കാറ്റേർഡ് ഫോട്ടോണിനകത്ത് നമുക്കൊരു അഡീഷണൽ വേവ് ലെങ്ത് ലാംഡ ഡാഷ് കിട്ടുന്നുണ്ട്. ഈ ലാംഡ ഡാഷ് എന്ന് പറയുന്നത് ലാംഡയേക്കാളും കൂടുതലാണ്. അതായത് സ്കാറ്റേർഡ് ഫോട്ടോണിനകത്തെ ഒരു വേവ് ലെങ്ത്തിന് ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്, ഒരു വേവ് ലെങ്ത് ഷിഫ്റ്റ് വരുന്നുണ്ട്. അപ്പം ആ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? അത് ലാംഡ ഡാഷ് മൈനസ് ലാംഡയാണ്. അതിന് നമുക്ക് ഡി ലാംഡ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, ഡി ലാംഡ. അപ്പോൾ കോംപ്റ്റൺ അത് പ്രൂവ് ചെയ്യുകയാണ്. ഈ ഡി ലാംഡയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണത്? h/m0c/1 - cos തീറ്റയാണ്. അപ്പോൾ കോസ് തീറ്റ, അപ്പോൾ തീറ്റ എന്താണ്? തീറ്റ ഈസ് ദ സ്കാറ്ററിങ് ആംഗിൾ ഓഫ് ദ ഫോട്ടോൺ. ഫോട്ടോൺ സ്കാറ്റർ ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ഇൻസിഡൻറ്റ് ഫോട്ടോൺ ഇപ്പോൾ സ്കാറ്റർ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? ഈ ഡയറക്ഷനാണ്. ആ ഡയറക്ഷനിൽ ഉള്ള ആംഗിളാണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേവ് ലെങ്ത്തിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും h/m0c/1 - cos തീറ്റയാണെന്ന് കോംപ്റ്റൺ പ്രൂവ് ചെയ്യുകയാണ്. നമുക്കിതിൻ്റെ പ്രൂഫ് പഠിക്കാനില്ല. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് കോംപ്റ്റൺ ഷിഫ്റ്റ് ഇക്വേഷൻ. അപ്പോൾ എന്താണ് കോംപ്റ്റൺ ഷിഫ്റ്റ് ഇക്വേഷൻ? ഇറ്റ് ഈസ് ദ change in wavelength due to Compton effect and whose value is h/m0c/1 - cos theta. അപ്പോൾ h/m0c നമ്മൾ വേറെ തരത്തിലും പറയും. ഇറ്റ് ഈസ് എ കോംപ്റ്റൺ വേവ് ലെങ്ത് ഓഫ് എ ഫ്രീ ഇലക്ട്രോൺ. h/m0c നമ്മൾ വിളിക്കുന്ന പേരാണ് കോംപ്റ്റൺ വേവ് ലെങ്ത് ഫോർ എ ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ക്വാണ്ടം തിയറിയുടെ വെരിഫിക്കേഷൻ ആവുന്നത്? കാരണം പ്ലാങ്ക്സ് ക്വാണ്ടം ഐഡിയ അനുസരിച്ചിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കണ്ടെയ്ൻസ് ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് എനർജി ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോൺ. ഇവിടെ ഫോട്ടോണിന് സ്കാറ്ററിങ് സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വേവ് ലെങ്ത്തിലൊരു ഷിഫ്റ്റ് വരുന്നതും നമുക്കൊരു കോംപ്റ്റൺ ഷിഫ്റ്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നതും. അങ്ങനെ ഒരു കോംപ്റ്റൺ ഷിഫ്റ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ലൈറ്റിനെ പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്തേ മതിയാവുകയുള്ളൂ. ബിഹേവിയർ, അതായത് ഈ എക്സ്പെരിമെൻറ്റും നമുക്ക് തരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കണ്ടെയ്ൻസ് ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് എനർജീസ് ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോൺ. ദാറ്റ് ഈസ് കോംപ്റ്റൺ എഫക്റ്റ് ഈസ് എ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ട്രീറ്റിംഗ് ലൈറ്റ് ആസ് എ പാർട്ടിക്കിൾ, വെരിഫൈയിങ് ക്വാണ്ടം തിയറി. The next evidence of the quantum theory is the temperature dependence of specific heat capacity. അപ്പോൾ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ എക്സാക്ട്ലി 1 unit. This specific heat capacity has a temperature dependence. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ്? അത് ക്യൂബ് റൂട്ട് ഓഫ് ടെമ്പറേച്ചറിനെ
പ്രപ്പോർഷണലാണ്. എന്നാൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈ CV, ദാറ്റ് ഈസ് എ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി CV എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആണെന്നും അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 3R ആണെന്നുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ R എന്താണ്? R ഇസ് എ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? T³ ഫോമിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3R. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നുള്ള റിസൾട്ട്. അപ്പോൾ R എന്താണ്? R ആണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് റോങ് റിസൾട്ടാണ്. എന്നാൽ ഡീബെ ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ട് ഇത് വളരെ സക്സസ്ഫുള്ളി പ്രൂവ് ചെയ്യുകയാണ്. ഇതിസ് CV ഈസ് പ്രൊപ്പോർഷണൽ ടു T³. ഡീബെ തിയറിറ്റിക്കലി ഈ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു. CV T³ പ്രൊപ്പോർഷണൽ ആണ് എന്ന റിസൾട്ടിലേക്ക് ഡീബെ എത്തിച്ചേരുകയാണ്. എങ്ങനെ എത്തിച്ചേരുന്നു? ക്വാണ്ടം തിയറിയിലൂടെ എത്തിച്ചേരുകയാണ്. അടുത്തതായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആറ്റം മോഡലിൽ നീൽസ് ബോർ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം റുദർഫോർഡ്സ് മോഡൽ ഇറ്റ് ഇസ് എ ഫെയിലിയർ. അതിനെ കറക്റ്റ് ചെയ്യുന്നത് നീൽസ് ബോർ ആണ്. ബോർ യൂസ്ഡ് പ്ലാങ്ക്സ് ക്വാണ്ടം ഐഡിയ ടു ഡെവലപ്പ് ഹിസ് ആറ്റം മോഡൽ. നമ്മൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് റൂമിൽ കണ്ടതാണ്. എങ്ങനെയാണ് നീൽസ് ബോർ സക്സസ്ഫുള്ളായിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുള്ളത്. So using Bohr's postulate based on quantum theory, Bohr explained the formation of hydrogen spectra. He successfully explained the formation of discrete spectral lines in hydrogen atom, and that is based on the quantum theory. നമ്മുടെ ക്ലാസ് റൂമിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സെക്ഷൻ കവർ ചെയ്തതുകൊണ്ട് ഇപ്പം തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ് ഈസ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസ്. Planck, Einstein and Compton established that radiation has dual nature. Radiation can act as a wave in some situations and as particle in some other cases. നമുക്കറിയാം റേഡിയേഷൻ എന്ന് പറയുന്നതിന് ഒരു വേവ് നേച്ചറുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും കോംപ്റ്റൺ എഫക്റ്റും തരുന്ന വേറൊരു പിക്ചറുണ്ട്. ലൈറ്റ് കണ്ടെയ്ൻസ് ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് എനർജി ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോൺസ്. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു പാർട്ടിക്കിൾ ബിഹേവിയർ ആണ് നമുക്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും കോംപ്റ്റൺ എഫക്റ്റും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ലൈറ്റ് ബിഹേവ്സ് അല്ലെങ്കിൽ റേഡിയേഷൻ ബിഹേവ്സ് ആസ് വേവ് ഇൻ സം സിറ്റുവേഷൻ ആൻഡ് ആസ് പാർട്ടിക്കിൾ ഇൻ സം അതർ കേസസ്. ഇവിടെയാണ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസ് വരുന്നത്. അപ്പോൾ ഡി ബ്രോഗ്ലി പറയുന്നു റേഡിയേഷന് ഡ്യുവൽ നേച്ചർ ഉണ്ടെങ്കിൽ അത് റേഡിയേഷന് മാത്രമല്ല എല്ലാ പാർട്ടിക്കിളിനും ആ ഡ്യുവൽ നേച്ചർ ആപ്ലിക്കബിൾ ആണ്. ദാറ്റ് ഈസ് ദിസ് ഡ്യുവൽ നേച്ചർ ഈസ് ആപ്ലിക്കബിൾ ടു മെറ്റീരിയൽ പാർട്ടിക്കിൾ ഓൾസോ. ഡി ബ്രോഗ്ലി സജസ്റ്റഡ് ദാറ്റ് വേവ് പാർട്ടിക്കിൾ ഡ്യുവൽ നേച്ചർ ക്യാൻ ബി അപ്ലൈഡ് ടു മെറ്റീരിയൽ പാർട്ടിക്കിൾ ഓൾസോ. ദാറ്റ് ഈസ് മാറ്റർ ക്യാൻ ഓൾസോ ഹാവ് ഡ്യുവൽ നേച്ചർ. പ്ലാങ്കിൻ്റെയും ഐൻസ്റ്റൈൻ്റെയും കോംപ്റ്റൻ്റെയും വർക്ക് നമുക്ക് തരുന്ന റിസൾട്ട് എന്താണ്? ലൈറ്റിന് ഒരു പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ റേഡിയേഷൻ ഒരു പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്നാണ്, വേവ് നേച്ചർ കൂടാതെ. പക്ഷേ ഡി ബ്രോഗ്ലി ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. റേഡിയേഷന് ഡ്യുവൽ നേച്ചർ ഉണ്ടെങ്കിൽ മാറ്ററിനും ഡ്യുവൽ നേച്ചർ ഉണ്ട്. മാറ്റർ ക്യാൻ ആക്ട് ആസ് വേവ് ആൻഡ് ആസ് വെൽ ആസ് പാർട്ടിക്കിൾ. ഇതാണ് ഡി ബ്രോഗ്ലിസ് ഹൈപ്പോത്തിസിസ്. നമ്മൾ മാറ്ററിനെ ഒരു വേവായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വേവ് ലെങ്ത് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണ് ഈ മാറ്റർ വേവ് എന്ന് പറയുന്നത്? വേവ് അസോസിയേറ്റഡ് വിത്ത് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആർ കോൾഡ് മാറ്റർ വേവ്. അങ്ങനെയാണെങ്കിൽ മാറ്റർ വേവിന് ഒരു വേവ് ലെങ്ത് ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ. ഒരു ഒബ്ജക്റ്റ് m മാസുള്ള ഒരു ഒബ്ജക്റ്റ് v വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡി ബ്രോഗ്ലീസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ അനുസരിച്ചിട്ട് ആ മാറ്ററിന് അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിന് ഒരു വേവ് ലെങ്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ആ വേവ് ലെങ്ത് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? h/mv ആണ്. m is the mass of the body and v is the velocity at which the body is moving.